നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന SIP-നെ കുറച്ച് അടിപൊളി ഫോർമുലാസ് കൊണ്ടൊന്ന് മോഡിഫൈ ചെയ്ത് ഒരു അടിപൊളി റിട്ടേൺസ് കിട്ടുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്താലോ? അതെന്താണെന്ന് അറിയാൻ ഈ വീഡിയോ ഫുള്ളായി കാണാം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഹായ്, മൈസെൽഫ് നിതിൻ നായർ. വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. ഈ റൂളിന്റെ പേര് 10-7-1 എന്നാണ്. എന്താണ് നമുക്ക് ഡീറ്റെയിൽ നോക്കാം. 10 എന്ന് പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും മാർക്കറ്റ് ഒരു 10% താഴോട്ട് വീഴുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം കഴിഞ്ഞ 23 കൊല്ലത്തിൽ 20 വട്ടമാണ് മാർക്കറ്റ് താഴോട്ട് വീണിട്ടുള്ളത്. പല ആൾക്കാരും ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 10% അല്ലെങ്കിൽ 15% മാർക്കറ്റ് താഴോട്ട് വീഴുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ വേഗം പാനിക്കായിട്ട് സെൽ ഓഫ് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് ഒരിക്കലും റൺ ആവുന്നത് നമുക്ക് പ്രോഫിറ്റ്സ് തരാൻ വേണ്ടി മാത്രമല്ല. മാർക്കറ്റ് റൺ ആകുമ്പോൾ ഒരു മാർക്കറ്റ് സൈക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ ക്രാഷ്, കറക്ഷൻസ് എല്ലാം പാർട്ട് ആൻഡ് പാർട്സ് ഓഫ് ദ ഗെയിമാണ്. സോ നമ്മൾ ഇതിനനുസരിച്ച് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ബെറ്റർ റിട്ടേൺസ് കിട്ടുന്നത്. സോ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, പെട്ടെന്ന് മാർക്കറ്റ് 10% താഴോട്ട് വീണു, അതൊരു 90,000 ആയിട്ട് വേഗം പാനിക്കായി സെൽ ഓഫ് ചെയ്തു എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 10,000 ലോസ് മാത്രമാണ് വരുന്നത്. പക്ഷേ ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഇങ്ങനെയാണ് ലോങ് ടേമിലേക്ക് വീണ്ടും ബെറ്ററായി പെർഫോം ചെയ്യുന്ന വിശ്വസിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബെറ്റർ റിട്ടേൺസ് കിട്ടുന്നതായിരിക്കും. സോ അതാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ടുള്ള 10. മാർക്കറ്റ് 10% വീഴുമെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രം ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തത് 7 ആണ്. 7 എന്ന് പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മിനിമം ഒരു 7 ഇയേഴ്സെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ നിൽക്കുക. കാരണം നമ്മൾ ഓൾറെഡി കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മാർക്കറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു 5 to 7 ഇയേഴ്സ് ആണ്. അതായത് ക്രാഷ്, കറക്ഷൻസ്, ഡൗൺ മൂവ്മെന്റ്, അതേപോലെ തന്നെ ബുള്ളിഷ്, ഇതെല്ലാം തരത്തിൽ മാർക്കറ്റിലെല്ലാം നടന്നുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു ബെറ്റർ റിട്ടേൺസ്, ഇതെല്ലാം ക്രാഷും കറക്ഷൻസും നടന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ഒരു ബെറ്റർ റിട്ടേൺസ് എന്ന രീതിയിൽ ഒരു പോസിറ്റീവ് റിട്ടേൺസ് കിട്ടണമെന്നാണെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 7 ഇയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത്രത്തോളം സേഫ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിഫ്റ്റി 50 എന്നൊരു ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിമിലേക്ക് നിങ്ങളൊരു 3 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് റിട്ടേൺസ് വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ മിനിമം ഒരു 7 ഇയേഴ്സെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന മിനിമം റിട്ടേൺസ് പ്ലസ് 9% ആണ്. 2000 ക്രാഷ് ആണെന്നുണ്ട്, 2008 ക്രാഷ് ആണെന്നുണ്ട്, 2020 കോവിഡ് ക്രാഷ് ആണെന്നുണ്ട്. ഈ സമയത്താണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന മിനിമം റിട്ടേൺസ് എന്ന് പറയുന്നത് പ്ലസ് 9% ആണ്. സോ ഒരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബെറ്റർ റിട്ടേൺസ് ഉണ്ടാക്കാൻ നോക്കുന്നതാണെങ്കിൽ 1-2 കൊല്ലം മാത്രം ടാർഗറ്റ് ചെയ്ത് മാർക്കറ്റിനെ ടൈം ചെയ്യാതെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു 7 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ്. അവസാനത്തെ 1, അതായത് 10-7-1 എന്ന റൂളിലെ 1 എന്ന് പറയുന്നത് എപ്പോഴും ഒരേ എമൗണ്ട് വെച്ച് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതെ എല്ലാ കൊല്ലവും നിർബന്ധമായിട്ടും ഒരു ഇൻക്രിമെന്റ് വരുത്താൻ നോക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 10,000 വെച്ചുകൊണ്ട് ഒരു 20 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു 12% റിട്ടേൺസ് വെച്ച് കിട്ടുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് 20 കൊല്ലം കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 CR ആയിരിക്കും. പക്ഷേ നിങ്ങൾ 10,000 വെച്ച് സ്റ്റാർട്ട് ചെയ്തു, എല്ലാ കൊല്ലം ഒരു 10% ഇൻക്രിമെന്റ് വെച്ചു എന്ന് വിചാരിക്കുക. അതായത് ഫസ്റ്റ് ഇയർ ഫുൾ എല്ലാ മാസവും 10,000 വെച്ച് പേ ചെയ്തു. രണ്ടാമത്തെ കൊല്ലത്തേക്ക് പോകുമ്പോൾ 10% ഇൻക്രിമെന്റ്, അതായത് 10,000 10% പറയുന്നത് 1,000 rupees ആണ്. അപ്പോൾ രണ്ടാമത്തെ കൊല്ലം മുതൽ 11,000 പേ ചെയ്തു. അങ്ങനെ എല്ലാ കൊല്ലവും മുന്നോട്ട് പോകുന്തോറും കഴിഞ്ഞ കൊല്ലം കൊടുത്ത എമൗണ്ടിന്റെ ഒരു 10% ഇൻക്രിമെന്റ് വെക്കുകയാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 20 കൊല്ലം കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് നിയർലി 2 CR ആയിരിക്കും. അതായത് ഡബിൾ ദ റിട്ടേൺസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ 1 എന്ന് പറയുന്നത് ഒരേ എമൗണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക, അതായത് എല്ലാ കൊല്ലവും നിർബന്ധമായിട്ടും ഒരു 5%-ഓ 10%-ഓ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻക്രിമെന്റിലൂടെ നിങ്ങൾക്ക് ബെറ്റർ റിട്ടേൺസും ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ അതിന് വേണ്ട ഒരു പ്രോപ്പർ ഫ്രെയിം വർക്കും അതേപോലെ തന്നെ ആ SIP വഴി ഇൻവെസ്റ്റ് ചെയ്ത് ബെറ്റർ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് വിത്ത് ലോജിക്കോടെ നമ്മൾ ക്ലിയറായി പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ SIP റിട്ടേൺസ് അടിപൊളിയാക്കാൻ പറ്റുന്നതായിരിക്കും. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം.